എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സാസുകയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ലീഫ് വില്ലേജിന്റെ പാസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഉടനെ ആമ പറയും, ഫിഫ്ത്ത് ഹൊക്കാഗയുടെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. നമ്മുടെ പ്ലാൻ അത് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയി, അതാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചത്. ആ ഒറട്സുഗി അവനിപ്പോ മറ്റൊരു ഡയമെൻഷനിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് അവൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും. ഇപ്പൊ നിങ്ങളുള്ളത് നറൂട്ടോയുടെ ചെറുപ്പകാലത്തിലെ സമയത്താണ്. ആക്ച്വലി നറൂട്ടോയുടെ ബോഡിയിലുള്ള ആ നയൻ ടെയിലിനെ അതിനെ എടുക്കണമെങ്കിൽ അവന്റെ ചെറുപ്പകാലത്തിലേക്ക് വരണം. ചെറുപ്പത്തിൽ നറൂട്ടോയ്ക്ക് ഇപ്പോൾ അത്രയും പവറും എബിലിറ്റി ഒന്നുമില്ല. സോ ആ വില്ലൻ എളുപ്പത്തിൽ അവന്റെ പവർ എടുക്കാൻ കഴിയും. നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുകയാണെങ്കിൽ നറൂട്ടോയെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ചില ചേഞ്ചസ് ഒക്കെ സംഭവിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ ചോദിക്കും, നീ ആരാണ് ശരിക്കും, ഞങ്ങളിപ്പോ എവിടെയാ? അതാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയും. എനിക്ക് എല്ലാവരെയും ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയും, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള ആരെയും നിങ്ങൾ ഓവറായിട്ട് ടോർച്ചർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അത് ഒരുപാട് ചേഞ്ചിന് കാരണമാവും. ചിലപ്പോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ജീവൻ പോലും ഉണ്ടാവില്ല. അതിന് ബൊറൂട്ടോയും സാസുകയും ഓക്കെ പറഞ്ഞ് അവരിപ്പോ ആ ഗ്രാമത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. സാസുക ആണെങ്കിൽ പഴയ കാലത്തെ ഡ്രസ്സ് അതൊക്കെ വാങ്ങി അതിലൊരെണ്ണം ബൊറൂട്ടോയ്ക്കും കൊടുത്ത് അവർ മുൻപോട്ടേക്ക് വരും. ബൊറൂട്ടോ ഗ്രാമത്തിന്റെ മുക്കും മൂലയും അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും. പഴയ കടകളും വീടുകളൊക്കെ കണ്ട് അവൻ അത്ഭുതപ്പെടുകയാണ്. അതിലേറ്റവും അവൻ ഷോക്കാവുക അവന്റെ ബർഗർ ഷോപ്പിന്റെ സ്ഥാനത്ത് ഇപ്പൊ പഴയ റാമൻ ഷോപ്പാണ്. ബൊറൂട്ടോ, ദയവ് ചെയ്ത് നീ മണ്ടത്തരങ്ങളൊന്നും പറയരുത്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ആദ്യം നമുക്ക് നറൂട്ടോയെ കണ്ടുപിടിക്കണം. ഒന്നുകിൽ അവൻ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ ആ റാമൻ ഷോപ്പില്, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന സ്ഥലത്ത്. നമുക്ക് അവിടെ ആദ്യം പരിശോധിക്കാന്ന് പറഞ്ഞ് അവനിപ്പോ ബൊറൂട്ടോയും കൂട്ടി മുൻപോട്ടേക്ക് പോകും. അല്പദൂരം എത്തുമ്പോ അവരുടെ ഓപ്പോസിറ്റില് സാക്കുറ നടന്നു വരും. സാക്കുറയെ കാണേണ്ട താമസം ആകാശി ആളിപ്പോ ബൊറൂട്ടോയുടെ വാ പൊത്തിപ്പിടിച്ച് അങ്ങനെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര ആവേശം പഴയ സാക്കുറയോട് കുറച്ച് സംസാരിക്കാനായിട്ട്. സാക്കുറയാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അവൾ ബൊറൂട്ടോയോട് സാസുകയോടും നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അതിന് സാസുക അവൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഇപ്പൊ ബൊറൂട്ടോയും വിളിച്ച് അവിടുന്ന് പോകും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ടെൻഷൻ അങ്ങനെ കൂടി വരികയാണ്. സാസുക, ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ കുഞ്ഞൻ സാക്കുറയിലൂടെ അവളിലൂടെ കഴിയും. സോ അവളോട് ചോദിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് നറൂട്ടോയുടെ അടുത്തേക്ക് പോവാം. ബൊറൂട്ടോ അത്രയും പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞു നടക്കും. അടുത്ത നിമിഷം അവൻ ആരെയോ തട്ടി താഴേക്ക് വീഴാണ്. അവൻ തട്ടി വീണത് അത് മറ്റാരെയോ അല്ല, സാക്ഷാൽ കുഞ്ഞൻ നറൂട്ടോയെ തന്നെയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ നറൂട്ടോയെ നോക്കി നിൽക്കും. അപ്പൊ ജിറയ സെൻസൈ ആൾ ഓടി വന്ന് നറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച്, വലിയ പ്രശ്നമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയും. ബൊറൂട്ടോയും സാസുകയാണെങ്കിൽ ആ വില്ലനായിരിക്കും അവരെ ഫോളോ ചെയ്യുന്നതെന്ന് കരുതി വെയിറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും കുറെ ലേഡീസ് അവിടേക്ക് വന്ന് മാമന്റെ കുൽസിത പ്രവൃത്തിയെക്കുറിച്ച് കംപ്ലൈന്റ് പറയാ. മറ്റൊരു ഭാഗത്ത് മാമനും നറൂട്ടോയും അവർ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ട് നേരെ വന്ന് ഹൊക്കാഗെ ആന്റിയുടെ മുൻപിലായിരിക്കും സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുക. കാര്യമൊക്കെ മനസ്സിലാക്കിയ നമ്മുടെ ഹൊക്കാഗെ ആന്റി കൈ ചുരുട്ടി അച്ചറം പൊച്ചറം നറൂട്ടോയെയും ജിറയെയും ആഞ്ഞെട്ടിക്കും. അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും നറൂട്ടോയും മാമനെയും ഫോളോ ചെയ്ത് അവിടേക്ക് വരും. ഹൊക്കാഗയ്ക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ തോന്നും. ഹൊക്കാഗെ നിങ്ങൾ ആരാണ്, എന്താണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അവരാണെങ്കിൽ കുറെ കള്ളമൊക്കെ പറഞ്ഞ് ഇപ്പൊ ഹൊക്കാഗയെ കൺവിൻസ് ചെയ്തെടുക്കും. ഹൊക്കാഗെ ആന്റിക്കാണെങ്കിൽ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വാസമാവില്ല. അവളുടനെ അവരുടെ കൂടെ നടന്ന് അവരെ ചെക്ക് ചെയ്യാനായിട്ട് നറൂട്ടോയെയും ജിറയ മാമനെയും ഏൽപ്പിക്കും. അവർക്ക് രണ്ടുപേർക്കും ആ ഒരു പണി അത് തീരെ ഇഷ്ടാവില്ല. അവർ പരസ്പരം നീ ചെയ്യ് അല്ലെങ്കിൽ നീ ചെയ്യ് എന്ന് പറഞ്ഞ് തർക്കിക്കും. അവസാനം വേറെ വഴിയില്ലാതെ രണ്ടുപേരും ഹൊക്കാഗെ ആന്റി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പിന്നാലെ നടന്ന് അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും കുശലമൊക്കെ പറഞ്ഞും അങ്ങനെ മുന്നോട്ട് പോകും. അല്പസമയം കഴിയുമ്പോൾ മാമനാണെങ്കിൽ ബൊറൂട്ടോയെ സാസുകയും നറൂട്ടോയെ ഏൽപ്പിച്ച് എവിടേക്ക് പോവാണ്. കറക്റ്റ് ടൈം സാക്കുറ അവിടേക്ക് വരും. അത് കാണേണ്ട താമസം സാസുക അവൻ മറ്റൊരു മരക്കൊമ്പിൽ കയറി സാക്കുറയുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ ഒളിച്ചിരിക്കും. ബൊറൂട്ടോ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും അവളും തമ്മിൽ നല്ല കണക്ഷനിലാണ്. സോ ചെറിയൊരു കാര്യം മതി അവൾ എന്നെ തിരിച്ചറിയും. സാക്കുറയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയെ കാണുമ്പോൾ നറൂട്ടോയെ തന്നെ ഓർമ്മ വരും. ഇവിടെ ബൊറൂട്ടോയ്ക്ക് സാക്കുറയെ കാണുമ്പോൾ സാറഡയെയും. നറൂട്ടോ അപ്പോഴായിരിക്കും സാസുക അവന്റെ കൂടെ കാണാനില്ല എന്ന കാര്യം അറിയുക. നറൂട്ടോ ടെൻഷനായിട്ട് ഇപ്പൊ ബൊറൂട്ടോയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോവും.
ബൊറൂട്ടോയ്ക്കാണെങ്കിൽ നറൂട്ടോയുടെ വീടും അവൻ കഴിക്കുന്ന ഫുഡൊക്കെ കണ്ട് ഒരുപാട് സങ്കടം തോന്നും. നറൂട്ടോ ബൊറൂട്ടോയ്ക്കും ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ രണ്ടുപേരും സമാധാനമായിട്ട് കിടക്കും. നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, അവൻ എന്ത് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ അവൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം അത് കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആ രാത്രി മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. നെക്സ്റ്റ് ഡേ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മുടെ നറൂട്ടോ അവനാണെങ്കിൽ ബൊറൂട്ടോയ്ക്ക് വീണ്ടും നൂഡിൽസ് തന്നെ കഴിക്കാൻ കൊടുക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഫുൾ ടൈം നൂഡിൽസ് കഴിച്ച് ഇപ്പൊ മടുത്തു. ബൊറൂട്ടോയ്ക്ക് നൂഡിൽസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിയ നറൂട്ടോ അതിലെന്തൊക്കെയോ കുറെ ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് കഷ്ടപ്പെട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കും. അങ്ങനെ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും കുശലമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ലോങ് ഷോട്ടിലായിട്ട് സാസുക അവനാണെങ്കിൽ ഇതെല്ലാം വാച്ച് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് നറൂട്ടോ അവൻ ബൊറൂട്ടോയും കൂട്ടി സിറ്റിയിലേക്ക് വരും. അവൻ ഓരോ കാഴ്ചകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അവന്റെ ടീംമേറ്റ് ആയിട്ടുള്ള സാക്കുറയെക്കുറിച്ചും സാസുകയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോഴായിരിക്കും നമ്മുടെ കുഞ്ഞൻ കൊനഹമാരു അവൻ അവിടേക്ക് വരിക. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവെ ബൊറൂട്ടോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ കൊനഹമാരുവിനെ കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇതായിരുന്നോ ഞങ്ങളുടെ കൊനഹമാരു, ഇവൻ ചെറുപ്പത്തില് ഇത്രയും വികൃതിയായിരുന്നല്ലേ എന്നൊക്കെ ചിന്തിച്ച് ഇപ്പൊ ബൊറൂട്ടോ ചിരിക്കും. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് പറയും, ഞാൻ ആ സെക്സി ജിപ്സു അത് കറക്റ്റ് ആയിട്ട് പഠിച്ചെന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു പെണ്ണായിട്ട് മാറും. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അവന്റെ സെക്സി ജിപ്സു അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ഇങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം സെക്സി ജിപ്സു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നറൂട്ടോ അവനിപ്പോ സെക്സി ജിപ്സു ഉപയോഗിച്ച് ഒരു ചുന്ദരിയായ പെണ്ണായി അങ്ങനെ ആടിക്കൊഴഞ്ഞു നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും കലി കയറി നിലവിളിച്ച് അവിടേക്ക് സാക്കുറ വരിക. അവള് ചാടി വന്ന് നറൂട്ടോയുടെ മുഖത്ത് ആഞ്ഞൊരട്ടി. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ടാണോ സെക്സി ജിപ്സു അതൊക്കെ നീ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? നീ ശരിക്കും വളരെ ബാഡ് ആണെന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ അവനെ ചീത്ത വിളിക്കും. കൊനഹമാരുവിനാണെങ്കിൽ അവന്റെ മാസ്റ്റർ നറൂട്ടോയെ സാക്കുറ എടുത്തിട്ടിടിക്കുന്നത് ഒട്ടും ഇഷ്ടാവില്ല. അവനും ഇപ്പൊ അവളെ അച്ചരം പൊച്ചരം ചീത്ത വിളിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹെനട്ട അവിടേക്ക് വന്ന് ആ പ്രോബ്ലം അത് സോൾവ് ചെയ്ത് സാക്കുറയെ പറഞ്ഞയക്കുക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ അമ്മയുടെ ചെറുപ്പകാലമൊക്കെ കണ്ട് ആകെ ഷോക്കായി പോവും. അതിനുശേഷം ഇപ്പൊ നെജി അവിടേക്ക് വരും. അതിനുശേഷം റോക്ലി അവിടേക്ക് വരും. റോക്ലിയെ കാണുമ്പോൾ അവൻ ഓർമ്മ വരിക മെറ്റല്ലിയെ ആയിരിക്കും. ഉടനെ അവരെല്ലാവരും ചേർന്ന് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് പോവും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ ഡ്യൂട്ടി അനുസരിച്ച് ബൊറൂട്ടോ ആയിട്ട് മുൻപോട്ടേക്ക് തന്നെ പോവാണ്. അവരൊരു ടേണിംഗ് എത്തുമ്പോ ഇപ്പൊ നറൂട്ടോ ആണെങ്കിൽ ഏതോ ഒരാളെ ഇടിച്ച് താഴെ ഇടുകയാണ്. നറൂട്ടോ ആളോട് സോറിയൊക്കെ പറഞ്ഞ് ആളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്സൊക്കെ താഴെ വീണത് എടുത്ത് കയ്യിൽ കൊടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒരുപാട് ദൂരം നടന്നുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല ടയർഡാണ്. ഇവിടെ തണ്ടർ ട്രെയിൻ ഒന്നും ഇവിടെ ട്രാവൽ ചെയ്യാൻ തണ്ടർ ട്രെയിൻ അങ്ങനെയൊന്നും ഇല്ലേ? നറൂട്ടോ ആണെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് ബൊറൂട്ടോയെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നറൂട്ടോ ഇടിച്ചിട്ട ആ ഒരാള് ആളാണെങ്കിൽ ബൊറൂട്ടോ തണ്ടർ ട്രെയിനിനെ കുറിച്ച് പറയുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. അത് മറ്റാരുമല്ല, ഡെങ്കിയുടെ പപ്പയാണ്. സത്യത്തിൽ ബൊറൂട്ടോ ഇങ്ങനെ പറയുമ്പോഴാണ് അത്തരത്തിലൊരു ട്രെയിനിനെ കുറിച്ചുള്ള ആശയം അദ്ദേഹത്തിന്റെ തലയിൽ ഉരുത്തിരിഞ്ഞു വരിക. അതിനുശേഷം നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയ്ക്ക് ആ വലിയ മലമുകളിലുള്ള ഓരോ ഹൊക്കാഗയുടെയും പ്രതിമകൾ അവന് കാണിച്ചു കൊടുക്കും. ആക്ച്വലി എനിക്കും വലിയൊരു ഹൊക്കാഗെ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കുറച്ച് ചിരി വരും. ഓ, പപ്പയുടെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഹൊക്കാഗെ ആവണം എന്നുള്ളതെന്നല്ലേ? ബൊറൂട്ടോ നറൂട്ടോയുടെ തോളിൽ തട്ടി പറയും, തീർച്ചയായിട്ടും നീ ഫ്യൂച്ചറിൽ ഒരു ഹൊക്കാഗെ ആവും. അതിനുശേഷം ബൊറൂട്ടോയും നറൂട്ടോയും ബാക്കിയുള്ള ഗെനിയൻസിന്റെ അടുത്തേക്ക് ചെല്ലും. അവർക്കിപ്പോ കിട്ടിയിരിക്കുന്ന ടാസ്ക് അത് മറ്റൊന്നുമല്ല, പബ്ലിക് ടോയ്ലറ്റ് അത് ക്ലീൻ ചെയ്യുക എന്നതാണ്. ഉടനെ അവരെല്ലാവരും വേറെ വഴിയില്ലാതെ ബ്രഷൊക്കെ എടുത്ത് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ ഒരുപാട് ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് അവിടെ കഴുകാൻ തുടങ്ങും. അവരങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ കോരി ഒഴിച്ചും സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ചും ഷാമ്പു വാരി എറിഞ്ഞൊക്കെ അത് ക്ലീൻ ചെയ്യും. അങ്ങനെ ഒരുപാട് നേരം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് അവരുടെ ക്ലീനിങ് അവസാനിപ്പിച്ച് പുറത്തേക്ക് വരും. അതിനുശേഷം അവർ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവാണ്. നൈറ്റ് ബൊറൂട്ടോ അവൻ നറൂട്ടോയുടെ ശ്രദ്ധയിൽ പെടാതെ ആദ്യം കാട്ടിൽ ഒളിച്ചിരിക്കുന്ന സാസുകയുടെ അടുത്തേക്ക് വരും. അവൻ പറയും, ഇതുവരെ ആ വില്ലനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. ഞാൻ നറൂട്ടോയുടെ കൂടെ തന്നെ ഉണ്ട്. ഇതുവരെ അവൻ നറൂട്ടോയെ കാണാനോ അവന്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല.
മാസ്റ്റർ സാസുക, ഞാൻ എല്ലാവരെയും കണ്ടു, പക്ഷേ നിങ്ങളെ മാത്രം ഗ്രാമത്തിൽ കണ്ടില്ല. എല്ലാവരും പറയുന്നു നിങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പോയെന്ന്. ആക്ച്വലി നിങ്ങൾ ചെറുപ്പത്തിൽ എവിടേക്കാണ് പോയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ആരുടെയും കൂടെ കൂടാതെ ഗ്രാമത്തിൽ നിന്ന് അകന്നു പോയത്? പക്ഷെ സാസുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കില്ല. അവിടെ അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓരോ ദിവസം കഴിയുന്തോറും ബൊറൂട്ടോയും നറൂട്ടോയും അവർ തമ്മിലുള്ള ബോണ്ട് അതങ്ങനെ കൂടുകയാണ്. അവസാനം അവർ രണ്ടുപേരും ഡയറക്റ്റ് സാസുകയുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവർ ക്യാഷ്വലായിട്ട് എന്തൊക്കെയോ സംസാരിക്കുമ്പോഴായിരിക്കും ആ വില്ലൻ അവനിപ്പോ അവരുടെ അടുത്തേക്ക് വരിക. ആ വില്ലനെ കണ്ട് ബൊറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.